ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവും നമ്മുടെ വിജയലക്ഷ്മി മേഡവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേഡം എന്തായിരിക്കും നാളെ താമസം പോകുന്ന കാര്യം എന്നോട് പറയാത്തത് എന്നുള്ളൊരു വിഷമം നമ്മുടെ ഗീതുവിനുണ്ട്. പോകുന്ന പോകിൽ ഗീതു ഒന്ന് നിൽക്കാൻ പറഞ്ഞ് ഗീതുവിനെ വിളിച്ചു നിർത്തി. അങ്ങനെ വഴിക്ക് വാ, എന്നോട് പറയാൻ പറ്റാത്ത കാര്യം ഇനി പറയുന്ന എനിക്കൊന്ന് കാണണമെന്നും പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അത്യാവശ്യമായിട്ട് നീ നാളെ ഞാൻ പറയുന്നിടത്ത് വരണം എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഗീതുവിനോട് അപ്പോഴും താൻ ആ ഒരു തറവാട്ടിലേക്ക് താമസം മാറുകയാണെന്നോ അവിടേക്ക് നീ വരണമെന്നോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും മേഡം അങ്ങനെ തന്നോട് തുറന്നു പറയാത്തത് എന്നുള്ളൊരു കാര്യം വീണ്ടും വീണ്ടും നമ്മുടെ ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഗീതു അതൊക്കെ ആലോചിച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഗീതു നാളത്തെ കാര്യം മറന്നു പോകരുത്, ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയക്കും എന്ന് മേഡം പറയുകയും ചെയ്തു. അപ്പോൾ ഇല്ല, ഞാനത് മറക്കില്ല, മേഡം മറന്നാലും ഞാനത് മറക്കില്ലെന്ന് നമ്മുടെ ഗീതുവും പറയുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് ഗീതു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഗീതു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി മേഡം അവിടെ ആലോചിച്ച് നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ ഗീതു മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത്, എനിക്ക് എന്തോ വലിയ സർപ്രൈസ് തരാനുള്ള പരിപാടിയാണ്, അതുകൊണ്ടാണ് ഇപ്പം എന്നോട് ഈ കാര്യം പറയാത്തത്. കൊച്ചു കള്ളി, എനിക്ക് കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും നാളെ ഞാൻ മേഡത്തിനെ ഒന്ന് ഞെട്ടിക്കും. എന്തായാലും മേഡം എന്നോട് പറയാതെ സർപ്രൈസ് തരാനിരിക്കുന്നതല്ലേ, മേഡത്തിന് ഞാനൊരു കിടിലൻ സർപ്രൈസ് തന്നെ അങ്ങ് കൊടുക്കും എന്നൊക്കെ നമ്മുടെ ഗീതു അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഗീതു അതും ചിന്തിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാട്ടോ. ഇതേ സമയത്ത് ഓഫീസിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവർണിക വീട്ടിൽ ഇങ്ങനെ തല പുകഞ്ഞിരിക്കുക. അങ്ങനെ ആലോചനയും കാര്യങ്ങളുമായിട്ടിരിക്കുന്ന അവർണികയുടെ അരികിലേക്ക് നമ്മുടെ കിഷോർ ചെന്നിട്ട് ഇന്ന് ഓഫീസിലുണ്ടായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചോദിക്കുക. എന്നാലും ഗീതാഞ്ജലി എന്തൊരു അഹങ്കാരിയാണ്, ഗീതാഞ്ജലി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും അത് പിന്നെ ഗീതു അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കിഷോറിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ തെറ്റല്ലേ എന്ന് ചോദിച്ചു. അത് അവിടെ യുക്തിപരമായി പെരുമാറാതിരുന്നത് കിച്ചു അല്ലേ, പിന്നെ എന്തിനാ ഗീതുവിനെ കുറ്റം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീജയും അങ്ങോട്ടേക്ക് വന്നു, ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കാനായിട്ട്. കിച്ചു ചെയ്ത തെറ്റിന് എന്തിനു വേണ്ടിയിട്ടാണ് ഗീതുവിനെ പഴിക്കുന്നത്, ഗീതുവിനെ പഴിക്കേണ്ടതായ ഒരാവശ്യവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. മാത്രമല്ല ഗീതുവിൻ്റെ സ്റ്റാൻഡാണ് നമ്മുടെ മുന്നിൽ വ്യക്തമായത്. ഇന്നോടുകൂടി ഗീതു എന്താണെന്നുള്ളൊരു ഐഡിയ കിച്ചുവിന് കിട്ടിയില്ലേ. ഇന്ന് ഗീതു കിച്ചുവിനോട് തീർത്തത് ഇന്നത്തെ ആ ഒരു സിറ്റുവേഷനെ മാത്രമല്ല, പഴയൊരു കണക്ക് കൂടി കിച്ചുവായിട്ട് ഗീതുവിനെ തീർക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കിച്ചുവും ശ്രീജയൊക്കെ ഞെട്ടിപ്പോയി. കാരണം സത്യങ്ങളെല്ലാം ആശാത്തി അറിഞ്ഞു എന്നുള്ളൊരിതിൽ പേടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അതൊക്കെ നീ എങ്ങനെയാ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ ഞാനറിയാതെ അന്ന് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, അതായത് കിച്ചുവിനെ കാണാൻ വേണ്ടിയിട്ട് ഗോവിന്ദ് സാറും ഗീതുവും കൂടി മണിക്കൂറുകളാണ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നതെന്നും അവിടെ ഞങ്ങൾക്കരികിൽ വന്നിട്ട് ഞങ്ങളെ കാണാതെ ഓരോ കാരണം പറഞ്ഞ് കള്ളം പറഞ്ഞ് കിച്ചു അവിടെ നിന്ന് ഒഴിവായി പോയതെന്താ, ഇത്ര പെട്ടെന്ന് കിച്ചു മറന്നുപോയോ എന്ന് ചോദിച്ചു. അങ്ങനത്തെ ഒരു പണി കിച്ചു കാണിച്ചത് കൊണ്ടല്ലേ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഗീതു കിച്ചുവിനോട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ അവർണിക ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ഇവർ പേടിച്ച് പോയിട്ടോ. ഗീതു ഇനിയിപ്പോൾ ഗീതുവുമായിട്ടുള്ള ബന്ധം, അതായത് ഈ പഴയ ബന്ധം നമ്മുടെ അവർണിക അറിഞ്ഞോ എന്ന് ഓർത്ത് പെട്ടെന്ന് ഞെട്ടിപ്പോയി ഇവർ. അപ്പോൾ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു സമാധാനം. അത് പിന്നെ അന്ന് എൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് അവർണികയോട് കിച്ചു ചോദിക്കുമ്പോൾ ആ സാഹചര്യം നീ ഞങ്ങളോട് പറഞ്ഞു, പക്ഷേ അത് എന്ത് സാഹചര്യമായിരുന്നു എന്ന് ഗോവിന്ദ് സാറിനും അതുപോലെ ഗീതുവിനും അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഗീതു ആ രീതിയിൽ നിന്നോടിപ്പോൾ പെരുമാറിയത്. ഇപ്പം എങ്ങനെയാ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഒരു മനുഷ്യർക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് മാത്രമേ നമുക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ എന്ന് ഇന്നത്തെ ഗീതാഞ്ജലിയുടെ ആ ഒരു പെരുമാറ്റം കൊണ്ട് വ്യക്തമായില്ലേ നിനക്ക് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ അവർണിക ഇങ്ങനെ പറയുന്നു. അവർണിക അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം ശരിയാ അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് കിച്ചു പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രീജ ഇങ്ങനെ ഇവർക്കിടയിലേക്ക് സംസാരിക്കാനായിട്ട് വന്നു. പക്ഷേ ശ്രീജ വന്നതും ഇവർക്കിടയിൽ കയറിയതൊന്നും അവർണികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർണിക അന്നേരം പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഭർത്താവുമായിട്ടാണെന്നും അതിൽ നീ ഇടപെടേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം വരുൺ നേരെ രാധികയ്ക്കരികിലേക്ക് വന്നു. രാധികയ്ക്കരികിലേക്ക് വന്നിട്ട് ഇന്ന് കമ്പനിയിൽ വെച്ചുണ്ടായ ആ ഒരു സംഭവം, അതായത് സുവർണിയെയും അതുപോലെ വരുണിനെയും ഇൻസൾട്ട് ചെയ്തതിനെ പറ്റിയുള്ള വിവരങ്ങൾ അമ്മയ്ക്ക് മുന്നിൽ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മകൻ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദിൻ്റെ ഭാവം മാറി സ്വഭാവം മാറി ഗീതുവിനെ പ്രണയിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഗീതുവുമായിട്ട് ഒരുമിച്ച് ജീവിക്കും, എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള ബന്ധം ഇല്ലാണ്ടാക്കണം, അവർ തമ്മിലുള്ള ബന്ധം ഇല്ലാണ്ടായാൽ മാത്രമേ എന്തെങ്കിലും കാര്യം നടക്കുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും മോനും കൂടി എത്രയും പെട്ടെന്ന് ആ ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നു. എത്രയും പെട്ടെന്ന് വക്കീലിനെ വിളിച്ചിട്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ആ കേസ് കോടതിയിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല എന്ന്.
അങ്ങനെ ആ ഒരു സംഭവം അമ്മയും മകനും കൂടെ അവിടെ പ്ലാൻ ചെയ്യുകയാണ്. ഗീതു ഇനി അധികം കാലം ഗോവിന്ദൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ AGM ഗ്രൂപ്പിൽ കിടന്ന് അഴിഞ്ഞാടില്ലെന്നും അതിനു മുമ്പ് തന്നെ അവളെ അവിടെ നിന്ന് എന്നേക്കുമായി ഇറക്കി വിടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരുടെ സമാധാനത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ചർച്ചകളും കാര്യങ്ങളും അങ്ങനെ നടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഗീതു റൂമിലെത്തിയിട്ട് ഇങ്ങനെ ഗോവിന്ദനെക്കുറിച്ചും ഇന്ന് കമ്പനിയിൽ ഉണ്ടായതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് വന്ന സമയത്ത് പെട്ടെന്ന് ഗീതുവിൻ്റെ പ്രതിരൂപം, അതായത് ഗീതുവിൻ്റെ ആത്മാവ് എന്നുള്ള ഒരു ഇത് വരുമല്ലോ, മനസാക്ഷി, അപ്പോൾ നേരെ കണ്ണാടിക്ക് അപ്പുറത്ത് വന്നു. അപ്പോൾ വന്നിട്ട് എന്താ ഗീതു നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാനൊന്നും ആലോചിക്കുന്നില്ലെന്ന് ഗീതു പറയുമ്പം നീ ഒന്നും ആലോചിക്കുന്നില്ലെന്ന് എന്നോട് എന്തിനാ കള്ളം പറയുന്നത്? നിൻ്റെ മനസാക്ഷിയെ നീ വഞ്ചിക്കുകയാണോ? അല്ലെങ്കിൽ മനസാക്ഷിയോട് നീ കള്ളം പറയുകയാണോ? നീ ഒന്നും ചിന്തിക്കുന്നില്ലെന്ന് നീ എന്നോട് പറയുന്നു. പക്ഷേ നിൻ്റെ ഉള്ളിൽ നിറയെ ഗോവിന്ദ് സാർ ആണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. ഗോവിന്ദ് സാറാണ് എൻ്റെ ഉള്ളു മുഴുവനും, പക്ഷേ അതിന് വേറൊരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വെറുതെ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട ഗീതു. ആയിരുന്നില്ല ഗോവിന്ദ് സാറ് ഇത്രയും നാൾ നിനക്ക് ആരും ആയിരുന്നില്ല, നിൻ്റെ ഒരു രക്ഷകൻ മാത്രമായിരുന്നു അദ്ദേഹം. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് നിൻ്റെ ഉള്ളിൽ ഗോവിന്ദ് സാറിനുള്ള സ്ഥാനം എന്താണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല, എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ലെന്നുള്ള രീതിയിൽ ഗീതു ഇങ്ങനെ പറഞ്ഞപ്പം കഴിയില്ലെന്ന് പറയുകയല്ല വേണ്ടത്, നീ ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഗീതു. നീ പോലും അറിയാതെ നീ ഇപ്പോൾ ഗോവിന്ദിനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. നിൻ്റെ മനസ്സ് മുഴുവൻ ഗോവിന്ദിനോടുള്ള പ്രണയമാണെന്നും ആ പ്രണയത്തെയാണ് നീ ഇപ്പോൾ മനസ്സിൽ ചുമക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഗോവിന്ദിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നമ്മുടെ ആ ഒരു മനസാക്ഷി പറയുന്നു. അപ്പോൾ ഗീതു പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഇല്ലെന്ന്. അപ്പം മനസാക്ഷിയെ പറ്റിക്കാനോ അല്ലെങ്കിൽ മനസാക്ഷിയെ വഞ്ചിക്കാനോ നിനക്ക് ഒരിക്കലും കഴിയില്ല. നിൻ്റെ ഉള്ളിൽ യഥാർത്ഥ ആ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്നും അതിന് യാതൊരു മാറ്റവും ഇല്ല. ഗോവിന്ദ് സാർ മാത്രമേ ഉള്ളൂ ഇപ്പം നിൻ്റെ ഉള്ളിൽ. നീ ഗോവിന്ദ് സാറിനെ മനസ്സറിഞ്ഞ് പ്രണയിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും ഇനി അങ്ങോട്ട് ഗോവിന്ദ് സാറിൻ്റെ ജീവിതത്തിൽ നീ വേണം ഗീതു, അത് ഗോവിന്ദ് സാറും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും തുറന്നു പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും പെട്ടുകിടക്കുകയാണെന്നും അതുകൊണ്ട് ആ സാഹചര്യം മാറ്റിക്കൊണ്ട് വേണം നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയ രീതിയിലുള്ളതൊക്കെ മനസാക്ഷി പറഞ്ഞു കൊടുക്കും. അതും കഴിഞ്ഞ് മനസാക്ഷി അങ്ങ് പോയി. അപ്പോഴും ഗീതു നിന്ന് ആലോചിക്കുക, ശരിയാണോ എൻ്റെ ഉള്ളിൽ പ്രണയമാണോ, ഗോവിന്ദ് സാറിനോട് എൻ്റെ ഉള്ളിൽ ഇഷ്ടമാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചതേ നമ്മുടെ ഗീതു ഇങ്ങനെ ആ റൂം മുഴുവൻ ഇങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ നടക്കുന്നു. അതുപോലെ തന്നെ റൂമിൽ കിടന്ന് സ്വപ്നം കാണുന്നു, ഇരുന്ന് സ്വപ്നം കാണുന്നു. അങ്ങനെ നമ്മുടെ ഗീതു ഗോവിന്ദ് എന്നുള്ള ആ ഒരു സ്വപ്ന ലോകത്തേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ഗോവിന്ദനെ അങ്ങനെ പ്രണയം കൊണ്ട് എന്താ പറയുക വീർപ്പ് മുട്ടിക്കാനുള്ള ആ ഒരു ഇതിലിരിക്കുന്നു. അപ്പം അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദും അതുപോലെ തന്നെ റൂമിൽ ചെന്നിരുന്നിട്ട് ഗീതുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ഗീതു എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവേണ്ടവളാണോ? ഗീതു ഒരിക്കലും എന്നെയോ എൻ്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയെയോ ചതിക്കാൻ കൂടിയവളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് കിഷോറിൻ്റെ മുന്നിൽ അവൾ എത്രയും ക്ഷോഭത്തോടുകൂടി സംസാരിക്കില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോവിന്ദ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നു. കാരണം ഗോവിന്ദിനറിയാം ഗീതു 100% സത്യസന്ധമായിട്ടാണ് ഗോവിന്ദിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നുള്ളത്, അതിലൊരു കളങ്കവുമില്ല എന്നുള്ളത്. അത് ആരൊക്കെ വന്നു പറഞ്ഞാലും ഗീതു ഗോവിന്ദിനെ ചതിക്കുമെന്നുള്ള കാര്യം മാത്രം നമ്മുടെ ഗോവിന്ദ് ഒരിക്കലും വിശ്വസിക്കില്ല. എന്തായാലും ഗീതു ഗോവിന്ദിനെയും സ്നേഹിച്ചു തുടങ്ങുന്നു. സ്വന്തം മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ ഗീതുവിനോട് ഈ സത്യങ്ങൾ വിളിച്ചു പറയാൻ നിന്ന ആ ഒരു വിശിഷ്ട അതിഥിയെ കണ്ടപ്പോൾ നമ്മുടെ ഗീതു ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെ സത്യങ്ങളൊക്കെ നമ്മുടെ ഗീതു തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു എന്താ പറയുക അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവും നമ്മുടെ വിജയലക്ഷ്മി മേഡവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേഡം എന്തായിരിക്കും നാളെ താമസം പോകുന്ന കാര്യം എന്നോട് പറയാത്തത് എന്നുള്ളൊരു വിഷമം നമ്മുടെ ഗീതുവിനുണ്ട്. പോകുന്ന പോകിൽ ഗീതു ഒന്ന് നിൽക്കാൻ പറഞ്ഞു ഗീതുവിനെ വിളിച്ചു നിർത്തി. അങ്ങനെ വഴിക്ക് വാ, എന്നോട് പറയാൻ പറ്റാത്ത കാര്യം ഇനി പറയുന്ന എനിക്കൊന്ന് കാണണമെന്നും പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അത്യാവശ്യമായിട്ട് നീ നാളെ ഞാൻ പറയുന്നിടത്ത് വരണം എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഗീതുവിനോട് അപ്പോഴും താൻ ആ ഒരു തറവാട്ടിലേക്ക് താമസം മാറുകയാണെന്നോ അവിടേക്ക് നീ വരണമെന്നോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും മേഡം അങ്ങനെ തന്നോട് തുറന്നു പറയാത്തത് എന്നുള്ളൊരു കാര്യം വീണ്ടും നമ്മുടെ ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഗീതു അതൊക്കെ ആലോചിച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഗീതു നാളത്തെ കാര്യം മറന്നു പോകരുത്, ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയക്കും എന്ന് മേഡം പറയുകയും ചെയ്തു. അപ്പോൾ ഇല്ല, ഞാനത് മറക്കില്ല, മേഡം മറന്നാലും ഞാനത് മറക്കില്ലെന്ന് നമ്മുടെ ഗീതുവും പറയുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് ഗീതു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി.
ഗീതു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി മേഡം അവിടെ ആലോചിച്ച് നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ ഗീതു മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത്, എനിക്ക് എന്തോ വലിയ സർപ്രൈസ് തരാനുള്ള പരിപാടിയാണ്, അതുകൊണ്ടാണ് ഇപ്പം എന്നോട് ഈ കാര്യം പറയാത്തത്. കൊച്ചു കള്ളി, എനിക്ക് കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും നാളെ ഞാൻ മേഡത്തിനെ ഒന്ന് ഞെട്ടിക്കും. എന്തായാലും മേഡം എന്നോട് പറയാതെ സർപ്രൈസ് തരാനിരിക്കുന്നതല്ലേ, മേഡത്തിന് ഞാനൊരു കിടിലൻ സർപ്രൈസ് തന്നെ അങ്ങ് കൊടുക്കും എന്നൊക്കെ നമ്മുടെ ഗീതു അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഗീതു അതും ചിന്തിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാട്ടോ. ഇതേ സമയത്ത് ഓഫീസിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവർണിക വീട്ടിൽ ഇങ്ങനെ തല പുകഞ്ഞിരിക്കുക. അങ്ങനെ ആലോചനയും കാര്യങ്ങളുമായിട്ടിരിക്കുന്ന അവർണികയുടെ അരികിലേക്ക് നമ്മുടെ കിഷോർ ചെന്നിട്ട് ഇന്ന് ഓഫീസിലുണ്ടായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചോദിക്കുക. എന്നാലും ഗീതാഞ്ജലി എന്തൊരു അഹങ്കാരിയാണ്, ഗീതാഞ്ജലി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും അത് പിന്നെ ഗീതു അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കിഷോറിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ തെറ്റല്ലേ എന്ന് ചോദിച്ചു. അത് അവിടെ യുക്തിപരമായി പെരുമാറാതിരുന്നത് കിച്ചു അല്ലേ, പിന്നെ എന്തിനാ ഗീതുവിനെ കുറ്റം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീജയും അങ്ങോട്ടേക്ക് വന്നു, ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കാനായിട്ട്. കിച്ചു ചെയ്ത തെറ്റിന് എന്തിനു വേണ്ടിയിട്ടാണ് ഗീതുവിനെ പഴിക്കുന്നത്, ഗീതുവിനെ പഴിക്കേണ്ടതായ ഒരാവശ്യവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. മാത്രമല്ല ഗീതുവിൻ്റെ സ്റ്റാൻഡാണ് നമ്മുടെ മുന്നിൽ വ്യക്തമായത്. ഇന്നോടുകൂടി ഗീതു എന്താണെന്നുള്ളൊരു ഐഡിയ കിച്ചുവിന് കിട്ടിയില്ലേ. ഇന്ന് ഗീതു കിച്ചുവിനോട് തീർത്തത് ഇന്നത്തെ ആ ഒരു സിറ്റുവേഷനെ മാത്രമല്ല, പഴയൊരു കണക്ക് കൂടി കിച്ചുവായിട്ട് ഗീതുവിനെ തീർക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കിച്ചുവും ശ്രീജയൊക്കെ ഞെട്ടിപ്പോയി. കാരണം സത്യങ്ങളെല്ലാം ആശാത്തി അറിഞ്ഞു എന്നുള്ളൊരിതിൽ പേടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അതൊക്കെ നീ എങ്ങനെയാ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ ഞാനറിയാതെ അന്ന് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, അതായത് കിച്ചുവിനെ കാണാൻ വേണ്ടിയിട്ട് ഗോവിന്ദ് സാറും ഗീതുവും കൂടി മണിക്കൂറുകളാണ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നതെന്നും അവിടെ ഞങ്ങൾക്കരികിൽ വന്നിട്ട് ഞങ്ങളെ കാണാതെ ഓരോ കാരണം പറഞ്ഞ് കള്ളം പറഞ്ഞ് കിച്ചു അവിടെ നിന്ന് ഒഴിവായി പോയതെന്താ, ഇത്ര പെട്ടെന്ന് കിച്ചു മറന്നുപോയോ എന്ന് ചോദിച്ചു. അങ്ങനത്തെ ഒരു പണി കിച്ചു കാണിച്ചത് കൊണ്ടല്ലേ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഗീതു കിച്ചുവിനോട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ അവർണയ്ക്ക് ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ഇവർ പേടിച്ച് പോയിട്ടോ. ഗീതു ഇനിയിപ്പോൾ ഗീതുവുമായിട്ടുള്ള ബന്ധം, അതായത് ഈ പഴയ ബന്ധം നമ്മുടെ അവർണയ്ക്ക് അറിഞ്ഞോ എന്ന് ഓർത്ത് പെട്ടെന്ന് ഞെട്ടിപ്പോയി ഇവർ. അപ്പോൾ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു സമാധാനം. അത് പിന്നെ അന്ന് എൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് അവർണയ്ക്കയോട് കിച്ചു ചോദിക്കുമ്പോൾ ആ സാഹചര്യം നീ ഞങ്ങളോട് പറഞ്ഞു, പക്ഷേ അത് എന്ത് സാഹചര്യമായിരുന്നു എന്ന് ഗോവിന്ദ് സാറിനും അതുപോലെ ഗീതുവിനും അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഗീതു ആ രീതിയിൽ നിന്നോടിപ്പോൾ പെരുമാറിയത്. ഇപ്പം എങ്ങനെയാ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഒരു മനുഷ്യർക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് മാത്രമേ നമുക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ എന്ന് ഇന്നത്തെ ഗീതാഞ്ജലിയുടെ ആ ഒരു പെരുമാറ്റം കൊണ്ട് വ്യക്തമായില്ലേ നിനക്ക് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ അവർണയ്ക്ക് ഇങ്ങനെ പറയുന്നു. അവർണയ്ക്ക് അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം ശരിയാ അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് കിച്ചു പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രീജ ഇങ്ങനെ ഇവർക്കിടയിലേക്ക് സംസാരിക്കാനായിട്ട് വന്നു. പക്ഷേ ശ്രീജ വന്നതും ഇവർക്കിടയിൽ കയറിയതൊന്നും അവർണിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർണിക്ക് അന്നേരം പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഭർത്താവുമായിട്ടാണെന്നും അതിൽ നീ ഇടപെടേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം വരുൺ നേരെ രാധികയ്ക്കരികിലേക്ക് വന്നു. രാധികയ്ക്കരികിലേക്ക് വന്നിട്ട് ഇന്ന് കമ്പനിയിൽ വെച്ചുണ്ടായ ആ ഒരു സംഭവം, അതായത് സുവർണിയെയും അതുപോലെ വരുണിനെയും ഇൻസൾട്ട് ചെയ്തതിനെ പറ്റിയുള്ള വിവരങ്ങൾ അമ്മയ്ക്ക് മുന്നിൽ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മകൻ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദിൻ്റെ ഭാവം മാറി സ്വഭാവം മാറി ഗീതുവിനെ പ്രണയിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഗീതുവുമായിട്ട് ഒരുമിച്ച് ജീവിക്കും, എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള ബന്ധം ഇല്ലാണ്ടാക്കണം, അവർ തമ്മിലുള്ള ബന്ധം ഇല്ലാണ്ടായാൽ മാത്രമേ എന്തെങ്കിലും കാര്യം നടക്കുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും മോനും കൂടി എത്രയും പെട്ടെന്ന് ആ ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നു. എത്രയും പെട്ടെന്ന് വക്കീലിനെ വിളിച്ചിട്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ആ കേസ് കോടതിയിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല എന്ന്. അങ്ങനെ ആ ഒരു സംഭവം അമ്മയും മകനും കൂടെ അവിടെ പ്ലാൻ ചെയ്യുകയാണ്. ഗീതു ഇനി അധികം കാലം ഗോവിന്ദൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ AGM ഗ്രൂപ്പിൽ കിടന്ന് അഴിഞ്ഞാടില്ലെന്നും അതിനു മുമ്പ് തന്നെ അവളെ അവിടെ നിന്ന് എന്നേക്കുമായി ഇറക്കി വിടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരുടെ സമാധാനത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ചർച്ചകളും കാര്യങ്ങളും അങ്ങനെ നടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഗീതു റൂമിലെത്തിയിട്ട് ഇങ്ങനെ ഗോവിന്ദനെക്കുറിച്ചും ഇന്ന് കമ്പനിയിൽ ഉണ്ടായതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് വന്ന സമയത്ത് പെട്ടെന്ന് ഗീതുവിൻ്റെ പ്രതിരൂപം, അതായത് ഗീതുവിൻ്റെ ആത്മാവ് എന്നുള്ളൊരിത് വരുമല്ലോ, മനസാക്ഷി, അപ്പോൾ നേരെ കണ്ണാടിക്ക് അപ്പുറത്ത് വന്നു. അപ്പോൾ വന്നിട്ട് എന്താ ഗീതു നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാനൊന്നും ആലോചിക്കുന്നില്ലെന്ന് ഗീതു പറയുമ്പം നീ ഒന്നും ആലോചിക്കുന്നില്ലെന്ന് എന്നോട് എന്തിനാ കള്ളം പറയുന്നത്? നിൻ്റെ മനസാക്ഷിയെ നീ വഞ്ചിക്കുകയാണോ, അല്ലെങ്കിൽ മനസാക്ഷിയോട് നീ കള്ളം പറയുകയാണോ? നീ ഒന്നും ചിന്തിക്കുന്നില്ലെന്ന് നീ എന്നോട് പറയുന്നു, പക്ഷേ നിൻ്റെ ഉള്ളിൽ നിറയെ ഗോവിന്ദ് സാർ ആണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു.
ഗോവിന്ദ് സാറാണ് എൻ്റെ ഉള്ളു മുഴുവനും. പക്ഷേ അതിന് വേറൊരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വെറുതെ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട ഗീതു. ആയിരുന്നില്ല ഗോവിന്ദ് സാറ് ഇത്രയും നാൾ നിനക്ക് ആരും ആയിരുന്നില്ല, നിന്റെ ഒരു രക്ഷകൻ മാത്രമായിരുന്നു അദ്ദേഹം. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് നിന്റെ ഉള്ളിൽ ഗോവിന്ദ് സാറിനുള്ള സ്ഥാനം എന്താണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല, എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ ഗീതു ഇങ്ങനെ പറഞ്ഞപ്പം കഴിയില്ലെന്ന് പറയുകയല്ല വേണ്ടത്, നീ ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഗീതു. നീ പോലും അറിയാതെ നീ ഇപ്പോൾ ഗോവിന്ദിനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. നിന്റെ മനസ്സ് മുഴുവൻ ഗോവിന്ദിനോടുള്ള പ്രണയമാണെന്നും ആ പ്രണയത്തെയാണ് നീ ഇപ്പോൾ മനസ്സിൽ ചുമക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഗോവിന്ദിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നമ്മുടെ ആ ഒരു മനസാക്ഷി പറയുന്നു. അപ്പോൾ ഗീതു പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഇല്ലെന്ന്. അപ്പം മനസാക്ഷിയെ പറ്റിക്കാനോ അല്ലെങ്കിൽ മനസാക്ഷിയെ വഞ്ചിക്കാനോ നിനക്ക് ഒരിക്കലും കഴിയില്ല. നിന്റെ ഉള്ളിൽ യഥാർത്ഥ ആ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്നും അതിന് യാതൊരു മാറ്റവും ഇല്ല. ഗോവിന്ദ് സാർ മാത്രമേ ഉള്ളൂ ഇപ്പം നിന്റെ ഉള്ളിൽ. നീ ഗോവിന്ദ് സാറിനെ മനസ്സറിഞ്ഞ് പ്രണയിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും ഇനി അങ്ങോട്ട് ഗോവിന്ദ് സാറിൻ്റെ ജീവിതത്തിൽ നീ വേണം ഗീതു, അത് ഗോവിന്ദ് സാറും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും തുറന്നു പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും പെട്ടുകിടക്കുകയാണെന്നും അതുകൊണ്ട് ആ സാഹചര്യം മാറ്റിക്കൊണ്ട് വേണം നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയ രീതിയിലുള്ളതൊക്കെ മനസാക്ഷി പറഞ്ഞു കൊടുക്കുക. അതും കഴിഞ്ഞ് മനസാക്ഷി അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അപ്പോഴും ഗീത നിന്ന് ആലോചിക്കുക, ശരിയാണോ, എൻ്റെ ഉള്ളിൽ പ്രണയമാണോ, ഗോവിന്ദ് സാറിനോട് എൻ്റെ ഉള്ളിൽ ഇഷ്ടമാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചതേ നമ്മുടെ ഗീതു ഇങ്ങനെ ആ റൂം മുഴുവൻ ഇങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ നടക്കുന്നു. അതുപോലെ തന്നെ റൂമിൽ കിടന്ന് സ്വപ്നം കാണുന്നു, ഇരുന്നും സ്വപ്നം കാണുന്നു. അങ്ങനെ നമ്മുടെ ഗീതു ഗോവിന്ദ് എന്നുള്ള ആ ഒരു സ്വപ്ന ലോകത്തേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ഗോവിന്ദനെ അങ്ങനെ പ്രണയം കൊണ്ട് എന്താ പറയുക വീർപ്പ് മുട്ടിക്കാനുള്ള ആ ഒരു ഇതിലിരിക്കുന്നു. അപ്പം അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദും അതുപോലെ തന്നെ റൂമിൽ ചെന്നിരുന്നിട്ട് ഗീതുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ഗീതു എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവേണ്ടവളാണോ? ഗീതു ഒരിക്കലും എന്നെയോ എൻ്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയെയോ ചതിക്കാൻ കൂടിയവളല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് കിഷോറിൻ്റെ മുന്നിൽ അവൾ എത്രയും ക്ഷോഭത്തോടുകൂടി സംസാരിക്കില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോവിന്ദ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നു. കാരണം ഗോവിന്ദിനറിയാം ഗീതു 100% സത്യസന്ധമായിട്ടാണ് ഗോവിന്ദിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നുള്ളത്, അതിലൊരു കളങ്കവുമില്ല എന്നുള്ളത്. അത് ആരൊക്കെ വന്നു പറഞ്ഞാലും ഗീതു ഗോവിന്ദിനെ ചതിക്കുമെന്നുള്ള കാര്യം മാത്രം നമ്മുടെ ഗോവിന്ദ് ഒരിക്കലും വിശ്വസിക്കില്ല. എന്തായാലും ഗീതു ഗോവിന്ദിനെയും സ്നേഹിച്ചു തുടങ്ങുന്നു. സ്വന്തം മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ ഗീതുവിനോട് ഈ സത്യങ്ങൾ വിളിച്ചു പറയാൻ നിന്ന ആ ഒരു വിശിഷ്ട അതിഥിയെ കണ്ടപ്പോൾ നമ്മുടെ ഗീതു ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെ സത്യങ്ങളൊക്കെ നമ്മുടെ ഗീതു തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു എന്താ പറയുക അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.